നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും. രാത്രി 10:30 തിരുവനന്തപുരത്തെത്തും. നാളെ നടക്കുന്ന BJP നേതൃയോഗത്തിലും NDA യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ആസൂത്രണവും വിലയിരുത്തുന്നതിനായാണ് സന്ദർശനം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അമിത് ഷാ നിർവഹിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയത് ആഘോഷിക്കാൻ കൂടിയാണ് അമിത് ഷാ എത്തുന്നത്. കവടിയാറിൽ നടക്കുന്ന സമ്മേളനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. BJP കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശന തീയതിയും അമിത് ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അമിത് ഷായുടെ സന്ദർശനം കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രിയും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 7 മണി മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെയും ആണ് ഗതാഗത നിയന്ത്രണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ഇന്ന് എത്തുന്നത്. രാത്രി 10:30 തിരുവനന്തപുരത്തെത്തും. നാളെ നടക്കുന്ന BJP നേതൃയോഗത്തിലും അതുപോലെ തന്നെ NDA യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ആസൂത്രണവും വിലയിരുത്താനാണ് ഈ ഒരു സന്ദർശനം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അമിത് ഷാ നിർവഹിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ചരിത്ര വിജയം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയത് ആഘോഷിക്കാൻ കൂടിയാണ് അമിത് ഷാ എത്തുന്നത്. കവടിയാറിൽ നടക്കുന്ന സമ്മേളനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. BJP കൗൺസിലർമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശന തീയതിയും അമിത് ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അമിത് ഷായുടെ സന്ദർശനം കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രിയും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 7 മണി മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെയുമാണ് ഗതാഗത നിയന്ത്രണം.